എല്ലാവർക്കും നമസ്കാരം. ഏകദേശം 42 വർഷങ്ങൾക്ക് മുൻപ് 10ാം തരം പൂർത്തിയാക്കി സ്കൂളിൻ്റെ പടിയിറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ഗുരുനാഥൻ എനിക്ക് ഓട്ടോഗ്രാഫിൽ എഴുതി തന്ന 2 വരികളാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നത്. അത് ഇങ്ങനെയായിരുന്നു: അന്തർമുഖനാകൂ, ആത്മാവിനെ കണ്ടെത്തൂ, അത് നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കും. അദ്ദേഹം അന്ന് ഈ എഴുതി തന്ന വരികൾ എന്തോ ഒരു കാവ്യാത്മകത പോലെ തോന്നിയെങ്കിലും അത്ര കൂടുതൽ ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആ വരി, അധ്യാപകനെക്കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് ആ വരി ഓടിയെത്തുകയായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എത്രമാത്രം അർത്ഥവത്തായിട്ടുള്ള വരികളായിരുന്നു അദ്ദേഹം കുറിച്ചിരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമം എൻ്റെ ഉള്ളിൽ, പശ്ചാത്താപം എൻ്റെ ഉള്ളിൽ തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് വ്യത്യസ്തങ്ങളായ കഴിവുകളുമായിട്ടായിരിക്കും. എല്ലാവരും ഒരേ കഴിവുകളോടെ ആയിരിക്കില്ല ഭൂമിയിൽ പിറന്നു വീഴുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയെന്നാൽ, ബാല്യ കൗമാര കാലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കളികളും പ്രവൃത്തികളും സ്വഭാവ രീതികളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തീർച്ചയായും കണ്ടെത്താൻ കഴിയും. എന്നാൽ മാതാപിതാക്കളാകട്ടെ, അധ്യാപകരാകട്ടെ, മറ്റു മുതിർന്നവരാകട്ടെ ഇതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും മറ്റാരെങ്കിലും ഇതേക്കുറിച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലും നമ്മളത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവരുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി അത് വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നത് വളരെ വലിയൊരു വീഴ്ച തന്നെയാണ് മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നിട്ടെന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ ആഗ്രഹം അനുസരിച്ച്, തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തങ്ങളുടെ കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു സമീപനമാണ് നമ്മുടെ പരാജയത്തിൻ്റെ വിത്തുകൾ ആദ്യം പാകി നമ്മൾ മുളപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക. കളിമണ്ണ് കൊണ്ട് നമുക്ക് മൺകുടം ഉണ്ടാക്കാം. എന്നാൽ സ്വർണ്ണക്കുടം ഉണ്ടാക്കണമെങ്കിലോ തീർച്ചയായിട്ടും സ്വർണം തന്നെ വേണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തിത്വങ്ങളും വളർത്തിയെടുക്കേണ്ടതും. നമ്മുടെ കുട്ടികളുടെ ഭാവിയും രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ഇതുപോലെ തന്നെ ആവണം. അതിന് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. അവരിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്തെന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തുക. എന്നിട്ട് അവരുടെ അഭിരുചികളും കഴിവുകളും താല്പര്യങ്ങളുമാകുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അവരെ വാർത്തെടുക്കാൻ ശ്രമിക്കുക. മറിച്ചായാൽ കളിമണ്ണ് ഉപയോഗിച്ച് സ്വർണ്ണക്കുടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള പാഴ്ശ്രമത്തിന് സമമായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാരം മൂടിയ കനൽ പോലെയാണ് ഓരോരുത്തരിലും കഴിവുകൾ മറഞ്ഞിരിക്കുന്നതെന്നത് നമ്മൾ മനസ്സിലാക്കുക. സൂര്യ തേജസ് പോലെ ജ്വലിച്ചു നിൽക്കുന്ന കനലിനെ ചാരം മൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാം നമുക്കറിയാം. കനൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുമെങ്കിലും ചാരം ഒരു പുതപ്പ് പോലെ അതിനെ മറച്ചു വയ്ക്കും, മൂടി വയ്ക്കും. എന്നാൽ ഈ ചാരം നമ്മൾ നീക്കിക്കളഞ്ഞാലോ? എന്നിട്ട് ഊതി നോക്കിക്കോളൂ, എന്താണ് സംഭവിക്കുന്നത്? കനൽ അതിൻ്റെ എല്ലാ തേജസ്സോടും കൂടി ജ്വലിച്ചുയരും. അത് ഇരുട്ടിനെ അകറ്റി ലോകത്തിനാകെ വെളിച്ചം പകർന്നു തരും. നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത എല്ലാത്തിനും ആ അഗ്നി ഊർജം പകരും. എന്നാൽ അതിനെ നമ്മൾ അവഗണിച്ചാലോ? ചാരത്തിനടിയിൽ കിടന്ന് അത് വെണ്ണീറായി മാറുകയാണ് ഉണ്ടാവുക.
ഇത് തന്നെയാണ് നമ്മിലും നമ്മുടെ അടുത്ത ഭാവി തലമുറയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിച്ചില്ലെങ്കിൽ അത് ചാരം മൂടിയ കനൽ പോലെ നമ്മളിൽ തന്നെ എരിഞ്ഞടങ്ങും. നമുക്കും പ്രയോജനം ഉണ്ടാവുകയില്ല, നമ്മുടെ സമൂഹത്തിന് പ്രയോജനം ഉണ്ടാവുകയില്ല, നമ്മുടെ രാജ്യത്തിന് പ്രയോജനം ഉണ്ടാവുകയില്ല, ഈ ലോകത്തിന് തന്നെ ഒരു പ്രയോജനം ഉണ്ടാകാത്ത അവസ്ഥയിലേക്കായിരിക്കും അത് എത്തിച്ചേരുന്നത്. ഇവിടെയാണ് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങി നാം നമ്മെക്കുറിച്ച് സ്വയം വിലയിരുത്തുക. നമ്മളുടെ കഴിവുകൾ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്താൻ സ്വയം ശ്രമിക്കുക. ആത്മാർത്ഥതയോടെയും നിശ്ചയദാർഢ്യത്തോടെയും നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്കതിന് കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നമ്മെ നിശ്ചയമായും വിജയത്തിലേക്ക് തന്നെ കൊണ്ട് എത്തിക്കും, നമ്മളെ വിജയത്തിലേക്ക് തന്നെ നയിക്കും. അങ്ങനെ സംഭവിച്ചാലോ നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിന് തന്നെയും വളരെ വലിയ നന്മയുടെ ദീപമായി ജ്വലിച്ചുയരും. ഈ ചിന്ത എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തലമുറയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഗുരുനാഥൻ എനിക്ക് കുറിച്ച് തന്ന വരികൾ പറയട്ടെ. അന്തർമുഖനാകൂ, ആത്മാവിനെ കണ്ടെത്തൂ, അത് നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കും.